2 തെസലോനിക്കർ അധ്യായം 3. ഒടുവിൽ സഹോദരരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ അതിവേഗം പ്രചരിക്കുവാനും മഹത്വപ്പെടുവാനും അധർമ്മികളും ദുഷ്ടരുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ വിടിവിക്കപ്പെടുവാനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കുമില്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ. അവിടുന്ന് നിങ്ങളെ ശക്തരാക്കി ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളും. ഞങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലിലും ചെയ്യുമെന്നും കർത്താവിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും നയിക്കുമാറാകട്ടെ. സഹോദരരെ, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള പ്രമാണങ്ങൾ പാലിക്കാതെ ക്രമം കെട്ട് നടക്കുന്ന എല്ലാ സഹോദരന്മാരിൽ നിന്നും അകന്നുകൊള്ളണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാതൃക പിന്തുടരേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ക്രമം കെട്ടവരായി ജീവിച്ചിട്ടില്ല. ആരുടെയും ആഹാരം ഞങ്ങൾ വെറുതെ ഭക്ഷിച്ചിട്ടില്ല. നേരെ മറിച്ച് നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ രാവും പകലും ക്ലേശിച്ച് അധ്വാനിക്കുകയാണ് ഉണ്ടായത്. സഹായം സ്വീകരിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഇല്ലാഞ്ഞതുകൊണ്ടല്ല, പിന്നെയോ നിങ്ങൾക്ക് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുവാനാണ് ഞങ്ങൾ അപ്രകാരം ചെയ്തത്. ജോലി ചെയ്യാത്തവൻ ഭക്ഷിക്കുകയും അരുത് എന്നൊരു കൽപ്പന ഞങ്ങൾ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് നൽകിയിരുന്നുവല്ലോ. നിങ്ങളിൽ ചിലർ ജോലിയൊന്നും ചെയ്യാതെ പരകാര്യ തൽപരരായി അച്ചടക്കം വിട്ട് നടക്കുന്നുവെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരക്കാരോട് ശാന്തരായി വേല ചെയ്ത് ഉപജീവനം നേടണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളോ സഹോദരരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ നിർദ്ദേശം അനുസരിക്കാത്തവൻ ലജ്ജിക്കേണ്ടതിന് അവനെ വേർതിരിക്കുകയും അവനോടുള്ള സമ്പർക്കം വെടിയുകയും ചെയ്യുവിൻ. എങ്കിലും അവനെ ഒരു ശത്രുവായി കണക്കാക്കാതെ സഹോദരൻ എന്ന നിലയ്ക്ക് ഉപദേശിക്കുകയാണ് വേണ്ടത്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസായ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഈ ആശംസകൾ എഴുതുന്നു. എന്റെ എല്ലാ ലേഖനത്തിലുമുള്ള പ്രത്യേക അടയാളം ഇതുതന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.